إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد സൂറ അൽ ഹജ്ജ് 67-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലികുല്ലി ഉമ്മത്തിൻ, എല്ലാ ഓരോ സമുദായത്തിലുമുണ്ട് ജഅൽനാ മൻസകൻ, ജഅൽനാ നാമാക്കിയിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ടുണ്ട്. മൻസകൻ, ഒരു കർമാനുഷ്ഠാന മുറകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹും, അവരാണെങ്കിലും നാസിഖൂഹു, അതിനെ അനുഷ്ഠിച്ചു വരികയും ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, മൂസ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് തൗറാത്ത് മുഖാന്തരം ഒരു കർമാനുഷ്ഠാന മുറ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിന് പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷമുള്ള ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾക്കും പഠിപ്പിച്ചു കൊടുത്തു. സത്യത്തിൽ അവരുടെയൊക്കെ കടമ എന്തായിരുന്നു? മൂസ നബി അലൈഹിസ്സലാമിന്റെ സമുദായം ഈസാ നബി അലൈഹിസ്സലാം ആ പ്രബോധനം ചെയ്യുന്ന അവസരത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനത്തിന്റെ കൂടെ കൂടുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷെ ഒരു ഭാഗം യഹൂദർ അതിൽ നിന്നും വിട്ടുപിരിഞ്ഞുകൊണ്ട് ശിർക്കിലേക്കും കുഫ്റിലേക്കും വഴുതിപ്പോയിക്കൊണ്ട് അവർ വിട്ടുനിന്നു. അത് മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായം പിന്നീട് ക്രിസ്തുമതം എന്ന് പറഞ്ഞ പുതിയൊരു ക്രൈസ്തവ മതം രൂപീകരിച്ചുകൊണ്ട് നോക്കൂ, അവർ രണ്ടുപേരും ആ യഹൂദ ക്രൈസ്തവ സമുദായങ്ങൾ മദീനത്ത് വെച്ചുകൊണ്ട് നോക്കൂ, ആ നല്ലൊരു ഇസ്ലാമിന്റെ യഥാർത്ഥ കർമാനുഷ്ഠാന മുറ വിശുദ്ധ ഖുർആൻ പ്രകാരം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തപ്പോൾ അത് സത്യപ്പെടുത്തുകയും അതിനെ പിൻപറ്റുകയുമാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. അതേസമയം അതിനെ പിൻപറ്റിയില്ല, അതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെയാണല്ല പഠിപ്പിക്കുന്നത്. ഓരോ സമുദായത്തിനും, എല്ലാ സമുദായത്തിലും നാം ഓരോ കർമാനുഷ്ഠാന മുറകൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതവർ പിൻപറ്റുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ, ഈ ദീൻ കാര്യത്തിൽ അവർ തങ്ങളോട് നബിയെ തർക്കത്തിന് വരാതിരിക്കട്ടെ, യാതൊരു തരത്തിലുള്ള തർക്കവും നടത്താതിരിക്കട്ടെ, വഴക്കടിക്കാതിരിക്കട്ടെ എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, നിന്റെ റബ്ബിങ്കലേക്ക് നീ അവരെ വിളിച്ചുകൊള്ളു, ധൈര്യത്തോട് വിളിച്ചുകൊള്ളു. കാരണം എന്താണ്? ഇന്നക, നിശ്ചയമായും നബിയെ താങ്കൾ ലഅലാ ഹുദൻ മുസ്തഖീം, ചൊവ്വായ നേരായ സന്മാർഗത്തിന്മേലാകുന്നു താങ്കൾ. യാതൊരു സംശയത്തിനും അവകാശമില്ല, ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം താങ്കളാണെങ്കിൽ യഥാർത്ഥ സന്മാർഗത്തിലാണ് മുഹമ്മദ് നബിയെ. അതുകൊണ്ട് ധൈര്യസമേതം ആഠ്യത്തോടുകൂടി, ആർജവത്തോടുകൂടി ആ മുൻ സമുദായങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊള്ളൂ, തങ്ങളെ പിൻപറ്റുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളൂ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നതിനും ക്ഷണിച്ചുകൊള്ളൂ എന്നാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.